അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു 12 എന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറയാനും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇരിക്കുന്നത്. ഈ സത്യം പറഞ്ഞാൽ വേറൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഈ 12 എന്നുള്ള വീഡിയോ വന്ന് കുറേ കമൻറ്റുകൾ കണ്ടപ്പോഴത്തേക്ക് ഓർത്തു അത് വീണ്ടും ഒന്നും കൂടെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ പറയാൻ വന്നത്. അപ്പോൾ ആദ്യമായിട്ടൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രാവിലത്തെ കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന കാര്യങ്ങൾ പറയുന്നല്ലേ നല്ലത്. രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലത്തേക്ക് ബീഫ് ഫ്രൈ ആണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളി ഗ്രേവിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ബീഫ് ഫ്രൈ ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് തന്നെ കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടി നല്ലപോലെ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ തന്നെ ഒരുപാട് ചേർത്ത് കഴിക്കരുത്. കുരുമുളക് പൊടി ഒരുപാട് ചേർത്ത് ഒരുമാതിരി കയ്പോട് കൂടിയുള്ള എരിവ് വരും. മുളക് പൊടി ഒരുപാട് ചേർക്കാതെ കുരുമുളക് പൊടി നല്ലപോലെ ചേർക്കാനില്ല. നല്ല എരിവും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇപ്പം നമ്മുടെ ഫ്രൈ ഒക്കെ ഇനി കുരുമുളക് പൊടി ഇതിനകത്ത് കിടന്നൊന്ന് മൂത്താൽ മതി. എല്ലാം സെറ്റായി ഞങ്ങളിനി കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. രാവിലെ തന്നെ മഴയൊക്കെ ചാറുന്നുണ്ട്. തെളിയുവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ബീഫൊക്കെ വീട്ടിലുണ്ടാക്കി കേട്ടോ. പൊറോട്ട പുറത്തുനിന്ന് മേടിച്ചു. അപ്പം ഞങ്ങൾ പൊറോട്ടയും ബീഫും കാപ്പി, ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും എടുത്തു. എടുക്കടി വേണം. ചൂടാണ് കണ്ണ കാപ്പിക്ക്. ചൂടല്ലേ? പുളിയടാ ഇച്ചിരി കറി ഒഴിക്കുന്നുള്ളൂ. അവന് കറിയോട് വലിയ താല്പര്യമില്ല, ഫ്രൈയോടാണ് ഇഷ്ടം. അത് ഉള്ളിക്കറി ഞാൻ വെച്ചതാ. പിന്നെ എന്നാ കറിയാ വേണ്ടേ? ഇവരാരും സവോള കൂട്ടുന്നവരല്ല. ഇവിടെ സവോള കൂട്ടുന്ന ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആ സവോള ഇങ്ങോട്ട് തിരിച്ചിട്ട് തരും കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇപ്പം അടുത്ത കമൻറ്റ് എഴുതുന്നതിരാ അത് ഇരുന്നിട്ട് ഞാൻ ഇവിടെയാണ് സാധാരണ ഇരുന്ന് എപ്പോഴും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരു ഇരുന്ന് നമുക്കടുത്തുനിന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് വെട്ടം നല്ലപോലെ കിട്ടുന്ന ഇവിടെയാണ്, ഈ ഒരു സ്ഥലത്താണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സൗണ്ടുകൾ എനിക്ക് പുറത്തുനിന്നുള്ള വരാതിരിക്കുന്ന ഇവിടെ നിന്ന് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ 12 എന്ന് എഴുതി ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ റിസൾട്ട് കിട്ടിയവരൊക്കെയാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്, യൂട്യൂബിൽ ഇട്ടേക്കുന്നത്. കാര്യം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം, അത് മറ്റൊരാൾക്കൂടെ പ്രയോജനപ്പെട്ടോട്ടെ എന്നോർത്താണ് നമ്മൾ ഇടുന്നത്. അല്ലാതെ വേറെ നമ്മളൊരു വീഡിയോ ഒരു യൂട്യൂബ് ഇപ്പം ഞാൻ എന്നെപ്പോലൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. ഒരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ അത് കയറി പോയെന്നിരിക്കും, ചിലപ്പോൾ അത് കയറി പോയില്ലെന്നിരിക്കും. അപ്പം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമുക്കത് അതിനകത്തുനിന്ന് ഭയങ്കര ഇതായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഒരിക്കലും ഇടുന്നത്. നമ്മളത് ഇടുന്നു, അത് ചിലപ്പോൾ നമ്മുടെ ലക്കാണെങ്കിൽ അത് കയറിപ്പോവും, ഇല്ലെങ്കിൽ ഇതായിട്ടിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം കിട്ടിയിരുന്നത് അപ്പം അതൊന്ന് റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് അത് മറ്റുള്ള ഒരാളെങ്കിലും അത് ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്നോർത്താണ് ഇടുന്നത്. ഞാൻ ഈ 12 ഇട്ടാറ് മിക്കവരുടെ ചാനലും ഞാൻ കണ്ടു. ആ മറ്റേ രജനി എന്ന് പറഞ്ഞ ചേച്ചിയുടെ ചാനലിൽ പോലും ഉണ്ട്. എന്നതൊക്കെയാണോ മനുഷ്യർ പറയുന്നത് എനിക്കറിയാൻ മേല. എല്ലാം കാണുകയും ചെയ്യണം, പക്ഷെങ്കിൽ ആർക്കും അതിന് ഒന്ന് നല്ല രീതിക്കൊരു മര്യാദയ്ക്കൊരു വർത്തമാനം പറയാനും വയ്യ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണരുത്. അവർക്കത് കാണുകയും ചെയ്യണം, അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മൊത്തം കേൾക്കുകയും ചെയ്യണം, അവർക്ക് നെഗറ്റീവ് പറയുകയും ചെയ്യണം. അങ്ങനെയാണ് കുറേ പേര്. ഞാൻ ഈ നെഗറ്റീവ് പറയുന്നൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഇതിനകത്ത് ആദ്യം പറയാൻ പോകുന്നത്, ഇതിനകത്ത് കുറേ അല്ലാതെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഒത്തിരി പേരുണ്ട് ചോദിച്ചായിരുന്നു, ഇതിന് മീനും ഇറച്ചിയൊക്കെ കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നും യാതൊരു നോയമ്പും ഇല്ലാത്തൊരു ഒരു കാര്യമാണ്. നമ്മൾ ഈ 12 ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. അത് നമ്മൾ എഴുതിയെന്ന് പറഞ്ഞ് നോയമ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. രാവിലെ എണീറ്റ് കുളിച്ചേച്ച് ചെയ്യണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുളിച്ചേച്ച് ചെയ്താലും കുഴപ്പമില്ല, കുളിച്ചേച്ച് ചെയ്തില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല.
കുളിച്ചേച്ച് നിങ്ങൾ എഴുതിയാലും പ്രശ്നമില്ല, കുളിക്കാതെ എഴുതിയാലും പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്കത് ചെയ്യാം. പിന്നെ രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണി വരെ എന്ന് ഞാൻ പറഞ്ഞു. ഈ 7 മണിക്ക് പോയി എഴുതാൻ നിൽക്കരുത്. 7 മണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ 7:30 ആകത്തില്ല, അരമണിക്കൂർ നിൽക്കുമ്പോഴത്തേക്ക്. ഈ 7 മണിക്ക് മുന്നേ നിങ്ങൾ ലാസ്റ്റ് അത് സമയം നിങ്ങൾക്ക് തന്ന 6:30ക്ക് നിങ്ങൾ എഴുതിയാൽ 7 മണിയോട് കൂടി പരിപാടി നിൽക്കും. അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ലാതെ 7 മണി എന്ന് പറയുമ്പോഴത്തേക്ക് 7 മണിക്ക് എഴുതാൻ നിൽക്കരുത്. അതൊന്ന്. പിന്നെ രണ്ടാമത് എന്നായിരുന്നു പറഞ്ഞത്, അത് തെറ്റിപ്പോയെങ്കിൽ വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചായിരുന്നു. ഒരു ദിവസം എഴുതിയില്ലെങ്കിൽ എന്നാണ് ശരി. ഒരു ദിവസം ഞാനും അങ്ങനെ മറന്നുപോയ വ്യക്തിയാണ് കേട്ടോ. കാര്യം ഓർത്തിരിക്കത്തില്ല. ചില സമയത്ത് നമുക്ക് വീട്ടിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഇത് ഓർത്തിരിക്കത്തില്ല. ഓർത്തിരിക്കാതെ വരുമ്പോഴത്തേക്ക് പറ്റിപ്പോകുന്ന വെച്ചാൽ, ഞാൻ രാത്രി കിടക്കാൻ നേരമാകുമ്പോഴാണ് ഓർക്കുന്നത്. ഞാൻ വൈകിട്ട് എന്നും കിടക്കാൻ നേരമാകുമ്പോഴത്തേക്ക് അന്ന് പകലത്തെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്ന എന്തൊക്കെയായിരുന്നു സംഭവങ്ങളെന്നൊക്കെ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓർക്കും, അയ്യോ ഇന്നൊരു കാര്യം ചെയ്തില്ലല്ലോ, അയ്യോ എഴുതിയില്ലല്ലോ, അയ്യോ ഒന്ന് മറന്നു പോയല്ലോ എന്നൊക്കെ. പിന്നെ നമ്മളത് എഴുതേണ്ട എപ്പോഴാന്ന് വെച്ചാൽ പിറ്റേ ദിവസം എഴുതി തുടങ്ങരുത് വീണ്ടും. പിന്നെ നമ്മളൊരു 7 ദിവസം കഴിഞ്ഞേ ഇത് എഴുതി തുടങ്ങുള്ളൂ. 7 ദിവസം നമ്മൾ കഴിഞ്ഞിട്ട് വേണം ഇത് ഒന്നേന്ന് തുടങ്ങാനായിട്ട്. അങ്ങനെ വേണം ചെയ്യേണ്ടത്. പിന്നെ എന്നോട് ചോദിച്ചു, കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് കാര്യം സാധിച്ചാലും നമ്മൾ 21 ദിവസം നമ്മളിത് എഴുതണം. അങ്ങനെയാണ് അത് വേണ്ടത്. പിന്നെ നമ്മൾ കാര്യം സാധിച്ചു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കും, അപ്പോൾ അത് എന്നാന്നും പറയണേ. ആ കിട്ടിയ കാര്യത്തിന് നമുക്ക് മനസ്സിൽ നന്ദി പറയാമല്ലോ. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കത് എഴുതാമല്ലോ. നമുക്ക് ആ കാര്യം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ എഴുതണം. അങ്ങനെ എഴുതാം. നമ്മളൊരു കാര്യം നമുക്കിപ്പോൾ ഒരാൾ എന്ന കാര്യം തന്നെ, നമുക്കൊരു മനുഷ്യനാണെങ്കിൽ പോലും ഒരു കാര്യം നമുക്ക് ചെയ്തു തന്നാൽ നമ്മൾ അവരോട് നന്ദി പറയത്തില്ലേ എന്ന് പറയുന്നത് തന്നെയുള്ളതും. അങ്ങനെ നിങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടാണെങ്കിലും അത് വീണ്ടും എഴുതാം. എന്നാണ് 21 ദിവസം നിങ്ങളത് പൂർത്തീകരിക്കണം. പിന്നെ ചിലർക്ക് തുടക്കത്തിലേ കിട്ടും, ചിലർക്ക് 21 ദിവസം എഴുതി കഴിഞ്ഞ് ചിലപ്പോൾ കിട്ടാതെ വരും. അതൊക്കെ നമ്മുടെ വിശ്വാസം പോലെയാണ് വരുന്നത്. നമ്മൾ വിശ്വസിച്ച് നമുക്കത് കിട്ടും എന്ന് നമ്മുടെ മനസ്സിനെ ഉറച്ച തീരുമാനത്തോടുകൂടി നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നമുക്കത് മുന്നോട്ട് പോകുള്ളൂ. ഞാനും ആദ്യം ഉഴപ്പിയൊക്കെ എഴുതി. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം രജനി ടീച്ചറെ അല്ല ഈ വീഡിയോ കാണുന്നത്. ഞാൻ ഒരു ഈ വാസ്തുവൊക്കെ ഇങ്ങനെ പറഞ്ഞില്ല, അതിനകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ വീഡിയോയിലൂടെ പറയാം. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അവരെന്നാ അതിനകത്ത് പറയുന്നത്, കുറേയൊക്കെ ഞാനിങ്ങനെ കേട്ടു. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട്. പിന്നെ ഇതൊക്കെ നോക്കിയാൽ ഇതിനൊക്കെ നേരമുള്ളതെന്ന് പറയുന്നത് സത്യമാണ്. കാര്യം നമ്മൾ വിശ്വസിച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആ വഴിക്കേ പോവുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ നിന്ന് മാറിപ്പോവുകയില്ല. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോകളിൽ പറയുകയൊക്കെ ചെയ്യാം. അപ്പം ഈ 12 അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ വിശ്വാസത്തോടു കൂടി. പിന്നെ അന്ന് ഞാൻ കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞാൻ വലത്തെ കൈയാണ് എടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ വലത്തെ കൈ, ഇതെൻ്റെ ഇടത്തെ കൈയാണ്. ഫ്രണ്ട് ക്യാമറ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും ഈ ഇടത്ത് വലത്തായിട്ട് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും പറഞ്ഞത്. ഇത് കണ്ടോ, ഈ കൈയാണ് ഞാൻ നഖം വളർത്തേക്കുന്നത്. ഈ കൈയെ ഞാൻ നഖം വളർത്തില്ല, ഇത് ഞാൻ ഫുഡ് കഴിക്കുന്ന കൈയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് എൻ്റെ ഒത്തിരി പേര് ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഒരാൾ ചോദിച്ചപ്പോഴത്തേക്ക് ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ക്യാമറയുടെ ഇതാണ് അതിൻ്റെ താഴെ വന്ന് കുറച്ചൊരു കമൻറ്റും കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ്. എന്നിട്ട് പോലും വീണ്ടും 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 വന്ന് ചോദിക്കുന്നതാ, ആ വലത്തെ കൈയല്ല എഴുതിയേക്കുന്നത് അല്ലേ ഇടത്തെ കൈ എന്ന് പറഞ്ഞിട്ട്. ഒരിക്കലും അല്ല, നിങ്ങളത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ്റെ ഈ കയ്യിലാണ് ഞാൻ എഴുതിയേക്കുന്നത്, ഈ ഇടത്തെ കയ്യിൽ. പിന്നെ എന്നാണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, പിന്നെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ എന്നോടൊരു പുള്ളിക്കാരി ഒന്നിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് എല്ലാ മാസവും പൈസ അയച്ചു തരാമോ എന്ന് ചോദിച്ചു. എന്നാത്തിനാണ് ഞാൻ നിങ്ങൾക്ക് പൈസ അയച്ചു തരേണ്ടത്? നിങ്ങളുടെ പ്രൊഫൈൽ ഞാൻ കണ്ടു, നിങ്ങൾക്ക് ഞാൻ എന്നാത്തിനാണ് പൈസ അയച്ചു തരേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളെ കണ്ടാൽ ഒരു സാധാരണ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നിയില്ല. പിന്നെ എല്ലാ മനുഷ്യർക്കും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ വയ്യാത്തവരാണ് നമ്മളുടെ ഒരു ആവശ്യം പറഞ്ഞെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാം. പിന്നെ എൻ്റെ ഈ ചുറ്റുവട്ടത്ത് തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അല്ലാതെ എനിക്ക് ദൂരോട്ടൊന്നും പോയി ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിലുള്ളതിൻ്റെ വെച്ച് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തോട്ട് ഞാൻ പോകുന്നില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു യൂട്യൂബിൽ എല്ലാവരും ഇത് ഇട്ടേക്കുന്നു 12 ഇത് നിർത്താറായില്ലേ എടുത്തില്ലേ. നിങ്ങളുടെയൊക്കെ വിചാരം എന്നതാ, ഈ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമല്ല. യൂട്യൂബിൻ്റെ എടുത്തേച്ച് ഫോൺ എടുത്തേച്ച് നെറ്റ് ഓണാക്കി യൂട്യൂബ് എടുത്തേച്ച്, യൂട്യൂബേ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നു 12 അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടല്ല ഒന്ന് ചെയ്ത് തന്നേര്, ഞാൻ അതൊന്ന് സെൻഡ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലല്ല, അപ്ലോഡ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലല്ല. അത് നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്ത് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാണ് വീഡിയോ ഇടുന്നത്. അതൊന്ന് ചെയ്ത് നോക്കണം. ഏത് ജോലിക്കും കഷ്ടപ്പാടുണ്ട്, ഏതൊരു ജോലിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. കുറേ പേര്, പക്ഷേ അതെനിക്കൊന്ന് ഈ നെഗറ്റീവ് പറഞ്ഞതിനേക്കാൾ കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്താണ് ഒരുപാട് പേര് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചവരൊക്കെ സംശയങ്ങൾക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറെ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരു പണിക്കും പോകാതെ 12 എഴുതി കാത്തിരിക്കുമെന്ന്. എന്നതൊക്കെയാണ് ഈ മനുഷ്യർക്ക് ഇത്ര ബോധമില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ പണിക്ക് പോകാതെ ചുമ്മാ വീട്ടിൽ 12 എഴുതി, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ എപ്പോഴും പറയുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക, അത് കഴിഞ്ഞ് ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നല്ലേ നമ്മൾ പറയുന്നത്. എന്ന് പറയുന്നില്ല, നമ്മൾ ഒരു കാര്യവും ശ്രമിക്കാതെ ചുമ്മാ വീട്ടിൽ പണിക്കും പോകാതിരുന്നാൽ പട്ടിണി ഒന്ന് ചാകത്തേ ഉള്ളൂ, അല്ലാതെ യാതൊരു ഗുണവും കിട്ടത്തില്ല. ഈ 12 നമ്മൾ എഴുതിയിരിക്കും, നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ മനസ്സിൽ വിചാരിച്ചാണ് ചെയ്യുന്നത്. ആ കൂടെ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുകയും കൂടെ ചെയ്യണം.
ശ്രമിക്കുകയും കൂടി ചെയ്താലേ നമ്മളൊരു കാര്യത്തിൽ ലക്ഷ്യത്തിലെത്തുള്ളൂ. ഞാൻ എൻ്റെ ഒരു കാര്യം അതെനിക്ക് കിട്ടുകയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു സംഭവമാണ്. ആ സംഭവമാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ചുമ്മാ എഴുന്നേച്ച് ഞാൻ എൻ്റെ വിരലിൽ എഴുതുക എനിക്കൊരു 12,00,000 രൂപ കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു 20,00,000 രൂപ കിട്ടണം എന്നെഴുതി എനിക്കൊന്നും കിട്ടില്ല. ഇത്രയ്ക്ക് ബോധമില്ല മനുഷ്യർക്ക് ചിന്തിക്കാൻ ഞാൻ ഓർക്കുന്നത്. അങ്ങനൊന്നും അല്ല ഇത്. ഇതൊരു മന്ത്രമോ അല്ലെങ്കിൽ കൂടോത്രമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു ഏഞ്ചൽ നമ്പറാണ്. നമ്മുടെ ഒരു വിശ്വാസമാണ്. നമുക്ക് നടക്കാത്തൊരു കാര്യം നടന്ന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം. ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ ജോലി നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു നമ്പർ എഴുതി നമ്മളൊരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കും അതെനിക്ക് കിട്ടണമെന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ജോലി കിട്ടും. അങ്ങനെയൊക്കെയാണ്. എവിടുന്നേലും എന്തെങ്കിലുമൊക്കെ കാണുകയും കേൾക്കുകയും ചോദിച്ച് ചുമ്മാ കുറേ കാര്യങ്ങളൊക്കെ പറയാതെ നിങ്ങൾ. ഞാൻ ഇത്രയൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. കാര്യം മടുത്ത് ഞാൻ പക്ഷെ ഒറ്റ കമൻറ്റിന് പോലും ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല കേട്ടോ. എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും ചിലരുടെയൊക്കെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ. എന്നാൽ സത്യസന്ധമായിട്ടും ന്യായമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. പിന്നെ എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലതും ചീത്തയും, അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ ഈ 12 എഴുതിയിരുന്നാൽ മതി എന്നൊക്കെ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ കുറ്റം പറയാൻ പോരെ. പിന്നെ ഒരു കാര്യമുണ്ട്, വിശ്വാസത്തോടു കൂടി എഴുതിയാൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങളൊരു വിശ്വാസം ഇല്ലാതെ ആർക്കാണ്ടും വേണ്ടി നമ്മൾ പെണ്ണുപിള്ള പറഞ്ഞ് എന്നാൽ ഒന്ന് നോക്കിയേക്കാം, ഇത് ശരിയാവോ ഇല്ലെന്ന് ആർക്കറിയാം, എന്നാലും ഇങ്ങനെ എഴുതുന്നത് നമ്മൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു ശരിക്കും അങ്ങോട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മട്ടിലായിരുന്നു ഞാൻ എഴുതിയത്. എനിക്ക് സാധിച്ചു കിട്ടിയില്ല കേട്ടോ, ഉള്ള സത്യം പറയാൻ നേരം. അന്നേരം എനിക്ക് സാധിച്ചു കിട്ടിയേ ഇല്ല. അപ്പോൾ എനിക്ക് പിന്നെയും എഴുതുന്നുണ്ട്. പിന്നെയും ഞാൻ ഓർത്തു നമ്മളൊന്ന് മനസ്സൊന്ന് ഇരുത്തി ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് നോക്കാം, നമുക്കത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയാമല്ലോ എന്ന് ശ്രമിച്ച്. എന്നും പണ്ട് ആ ഇട്ടയാളുടെ അടുത്ത് നെഗറ്റീവ് പറയാൻ പോയില്ല കേട്ടോ. ഒരു നെഗറ്റീവും പറയാൻ പോയില്ല. കാര്യം എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഞാൻ എഴുതുന്നത് ശരിയാകാത്തത്. അപ്പോൾ പിന്നെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ ഞാൻ എഴുതി തുടങ്ങിയപ്പോഴാണ് രജനി ചേച്ചിയുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ രജനി ചേച്ചിയും കൂടെ പറയുന്ന നേരത്തേക്ക് എനിക്ക് ഒന്നും കൂടെ വിശ്വാസം. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞാൻ നാളെ ഇടുന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങൾ കാണുക. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ തൊട്ടടുത്തുള്ള ആർക്കെങ്കിലും അല്ല നിങ്ങളുടെ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാര്യം ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ അത് ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടും പോയിട്ടുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇനി ഞാനുണ്ടോയെന്ന് വിചാരിച്ചിരുന്നുണ്ട്. പക്ഷേ ഈ കമൻറ്റിൻ്റെ ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ഇതങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം മഴ നല്ല ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നു. സൗണ്ട് ഇതിനകത്തേക്ക് വരുമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഇനി കുറച്ച് നമ്മുടെ കുക്കിങ്ങും ഒക്കെ കണ്ടതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിക്കും. അപ്പോൾ 12 എന്നുള്ളത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി എഴുതിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. അവിശ്വാസത്തോട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും സാധിച്ചു കിട്ടാൻ പോകുന്നില്ല. വിശ്വാസമില്ലാതെ നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും അത് സാധിച്ചു കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ വിശ്വാസത്തോടു കൂടി. പിന്നെ അതിനകത്ത് ഒത്തിരി പേര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം വേണ്ടി സത്യസന്ധമായിട്ട് ഞാൻ പറയണം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നും വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാവർക്കും വേണ്ടി ഓരോ കാരണങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർക്കെല്ലാം വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളിത് എഴുതുന്നൊപ്പം തന്നെ നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു കാര്യം ഒരാൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അത് പ്രാർത്ഥിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അതൊരു കടമായിട്ട് കിടക്കുന്ന ദോഷമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ നിങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുമെന്ന് ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് സാധിച്ചിട്ട് നിങ്ങൾക്കൊക്കെ. അപ്പം നമുക്ക് ബാക്കി കുറച്ച് വിശേഷങ്ങൾ കണ്ടതിന് ശേഷം വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാതെ. അപ്പോൾ കുറച്ച് വീഡിയോ വിശേഷങ്ങളൊക്കെ ഇട്ടേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വേറെയും പണികളുണ്ട് എന്ന് കാണിക്കാനും കൂടെ വേണ്ടി തന്നെയാണ് കേട്ടോ. കാര്യം വെച്ചാൽ വേറെ ഒരു പണിയുമില്ലേ എന്ന് ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് എന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ കറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. എല്ലാം നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചതും ഒക്കെയാണ് എല്ലാം കറിയൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാനായിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണവേ. മീൻ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചല്ല കേട്ടോ, മീൻ കടയിൽ നിന്ന് മേടിച്ചാണ്. ബാക്കി പച്ചക്കറിയുടെ കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് വരും മീൻ മുറ്റത്തുനിന്ന് പറിച്ചാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, പച്ചക്കറിയുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ദിവസങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അവിടുത്തെ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒക്കെ എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.